നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. അവിടെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ തുറന്നിരിക്കുകയാണ്. ആവേശത്തോടു കൂടി തന്നെ എല്ലാ പവലിയനുകളും ഓണായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ദുബായിൽ ഇനി ആഘോഷത്തിന്റെ രാവുകളാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ ആദ്യത്തെ വാർത്ത. വർണ്ണവിസ്മയങ്ങളുടെ അത്ഭുത ലോകവുമായി ഗ്ലോബൽ വില്ലേജിന്റെ കവാടം തുറന്നു. രാജ്യാന്തര പരേഡ്, വിങ്സ്യൂട്ട്, സ്കൈ ഡൈവ്, ഡ്രോൺ ഷോ, വെടിക്കെട്ട് തുടങ്ങി 30ാം സീസണിന്റെ ആദ്യ ദിനം അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. എ മോർ വണ്ടർഫുൾ വേൾഡ് എന്ന പ്രമേയത്തെ അന്വർത്ഥമാക്കും വിധം വിസ്മയ ലോകം തന്നെയാണ് സന്ദർശകർക്കായി ഒരുക്കുന്നത്. ലോകത്തിന്റെ ചെറുപതിപ്പായ ഗ്ലോബൽ വില്ലേജിലേക്ക് ആഗോള ജനതയുടെ ഒഴുക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാജ്യാന്തര കലാകാരന്മാർ അണിനിരുന്ന പരേഡ് സന്ദർശകരെ ആവേശത്തിലാക്കി. ഗാർഡൻസ് ഓഫ് ദി വേൾഡ്, ഡ്രാഗൺ കിങ്ഡം, ലിറ്റിൽ വണ്ടേഴ്സ്, വേ ഫൈൻഡിംഗ് തുടങ്ങി ഒട്ടേറെ പുതുമകളിലേക്കാണ് ആഗോള ഗ്രാമം സന്ദർശകരെ സ്വാഗതം ചെയ്തത്. സംഗീത കച്ചേരി, ലേസർ ഷോ, ഡ്രോൺ ഷോ, ഘോഷയാത്ര, വെടിക്കെട്ട് തുടങ്ങി ഒട്ടേറെ പരിപാടികൾ സന്ദർശകർക്ക് ഇടവേളയില്ലാത്ത വിനോദം സമ്മാനിച്ചു. 3 പതിറ്റാണ്ടിലെ ഗ്ലോബൽ വില്ലേജ് ചരിത്രം പറയുന്ന ഡോക്യുമെന്ററിയും ഡ്രോൺ ഷോയും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണെന്ന് സന്ദർശകർ പറഞ്ഞു. സംഗീതം, നൃത്തം, നാടകം തുടങ്ങി ദൃശ്യവിസ്മയങ്ങളുടെ കലവറ തന്നെയാണ് അതിഥികളെ ആഗോള ഗ്രാമത്തിലേക്ക് ആകർഷിക്കുന്നത്. പരേഡ് ഓഫ് ദി വേൾഡോടെയാണ് പരിപാടി തുടങ്ങിയത്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരുടെ തനത് നൃത്തരൂപങ്ങളും അണിനിരന്നു. ഒരേ സമയം 600ഓളം ഡ്രോണുകൾ ചേർന്ന് ആകാശത്ത് ഒത്തുചേർന്ന് ഗ്ലോബൽ വില്ലേജിന്റെ ചരിത്രം രചിച്ചത് സന്ദർശകർക്ക് കൗതുക കാഴ്ചയായി. സംഗീതം, നൃത്തം, കഥാപറച്ചിൽ തുടങ്ങി ആഗോള ഗ്രാമത്തിന്റെ ഓരോ കോണിലും വിനോദ വിജ്ഞാന പരിപാടികളുടെ കലവറയാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. സുരക്ഷയൊരുക്കാൻ ദുബായ് പോലീസിന്റെ ഡ്രൈവറില്ല AI കാർ ഉൾപ്പെടെ വൻ പട തന്നെ രംഗത്തുണ്ട്. 30 പവലിയനുകൾ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 90ലേറെ സംസ്കാരങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന 30 പവലിയനുകളിലാണ് സവിശേഷത. പവലിയന് അകത്തും പുറത്തുമായി 3500ലേറെ കടകൾ, ആഗോള രുചി പകരുന്ന 150ലേറെ റെസ്റ്റോറന്റുകൾ, ആഗോള രുചി പകരുന്ന 250ലേറെ റെസ്റ്റോറന്റുകൾ, 40,500 വിനോദ പരിപാടികൾ, 200ലേറെ റൈഡുകൾ തുടങ്ങി കുടുംബങ്ങൾക്ക് ആസ്വദിക്കാവുന്നതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെ, വാരാന്ത്യങ്ങളിൽ പുലർച്ചെ 1 വരെ ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച പ്രവേശനം കുടുംബങ്ങൾക്ക് മാത്രമാണ്. എന്തായാലും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമല്ലേ. നമുക്കും ഒരു അവസരം ഉണ്ടാകട്ടെ എന്നെങ്കിലും നമുക്ക് അത് പോയി കാണാൻ, നേരിട്ട് കാണാൻ. മറ്റു വാർത്തയിലേക്ക് പോവാം. അനുമതിയില്ലാത്ത സ്ഥലത്തിലൂടെ റോഡ് കുറുകി കടന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പിഴ ചുമത്തി അബുദാബി പോലീസ്. മലയാളികളെ കുറ്റം പറയുന്ന കാര്യമില്ല, കാരണം നമ്മൾ കേരളത്തിലാണല്ലോ വളർന്നത്, നമുക്ക് അതൊക്കെ അറിയാവൂ. 400 ദിർഹമാണ് പിഴ. മുസഫ ഷാബിയയിലെ താമസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്കാണ് പിഴ ലഭിച്ചത്. 1 മാസത്തിനധികം പിഴ അടയ്ക്കണമെന്നാണ് നിർദ്ദേശം. വീടിന് തൊട്ടു മുന്നിലുള്ള കടയിൽ നിന്ന് സാധനം വാങ്ങാനായി ഉൾപ്രദേശത്തെ റോഡിന് കുറുകെ കടന്നുവരെയും ഉൾപ്രദേശത്തെ റോഡിന് കുറുകെ കടന്നവരെയും പിടികൂടി പിഴ ചുമത്തി. ഷാബിയ 10ലെ ഒരു കെട്ടിടത്തിലെ വാച്ച്മാന് 6 മാസത്തിനിടെ 6 തവണയാണ് പിഴ ലഭിച്ചത്. മലയാളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തിരുവനന്തപുരത്തുള്ള സ്വദേശിയായ ഒരാൾക്ക് 3 വർഷത്തിനിടെ 3 തവണ പിഴ ലഭിച്ചു. വൈകിട്ട് നടക്കാനിറങ്ങിയ മലപ്പുറം സ്വദേശിയെയും ഭാര്യയെയും റോഡിന് കുറുകെ കടക്കവെ ഉദ്യോഗസ്ഥർ പിടികൂടി. ഇവർ എമിറേറ്റ്സ് ID കാണിച്ചു. എന്നാൽ പിഴയെക്കുറിച്ച് സന്ദേശമൊന്നും വരാത്തതിനാൽ മുന്നറിയിപ്പ് നൽകിയതാകാമെന്ന് ഇവർ കരുതിയിട്ടുണ്ട്. 1.5 വർഷത്തിന് ശേഷം എമിറേറ്റ്സ് ID പുതുക്കുന്നതിനായി അപേക്ഷിക്കുമ്പോഴാണ് 2 പേർക്കും 400 ദിർഹം വീതം പിഴ ചുമത്തിയത് അറിയുന്നത്. 320 ദിർഹം ഫൈനും ചേർത്ത് 1220 ദിർഹം ഇവർ അടയ്ക്കേണ്ടി വന്നു. തൊട്ടുമുന്നിലുള്ള കടയിൽ പോകാൻ കിലോമീറ്റർ അകലെയുള്ള സീബ്ര ക്രോസിലൂടെ വന്നാലും പ്രസ്തുത കെട്ടിടത്തിന് ചുറ്റും സീബ്ര ക്രോസ് ഇല്ലെന്നിരിക്കെ എങ്ങനെ പോകുമെന്ന പിഴ ലഭിച്ചവർ ചോദിക്കുന്നുമുണ്ട്. എന്തായാലും അതൊരു പ്രതിസന്ധിയാണ്. കാരണം പിഴ അടയ്ക്കുമ്പോൾ നമുക്ക് ആ പിഴ അടയ്ക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശം കൂടി തരിക, എങ്ങനെയാണ് പോകേണ്ടതെന്ന് കൂടി നിർദ്ദേശം കൊടുക്കുക. പക്ഷെ അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ അവർ പറയുന്നു പോകേണ്ട നിർദ്ദേശം ഇല്ല എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അറിവില്ലായ്മയായിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു നീക്കമില്ലാതെ ഇങ്ങനെ ഒരു പിഴ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പിഴ ലഭിക്കുക എന്ന് മനസ്സിലായത്. കയ്യിൽ നിന്ന് വൻതുക പോകുമ്പോഴെങ്കിലും നിയമം പഠിച്ചോളും എന്നാണ് വ്യക്തമാകുന്നത് അല്ലേ. ബിഗ് ടിക്കറ്റിന്റെ ഒക്ടോബർ മാസത്തെ ആദ്യ നറുക്കെടുപ്പിൽ 3 മലയാളികളടക്കം 5 പേർ വിജയികളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യക്ക് പുറമെ UK, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് ഭാഗ്യശാലികൾ. മലയാളിയായ മുഹമ്മദ് സക്കീർ, ലിജിൻ തോമസ്, ബോണി തോമസ് എന്നിവർക്കാണ് ഭാഗ്യ സമ്മാനം ലഭിച്ചത്. UK-യിൽ നിന്നുള്ള നയ ജോൺ, പാകിസ്ഥാനിൽ നിന്നുള്ള അമീർ അലി എന്നിവരാണ് ബിഗ് ടിക്കറ്റ് സമ്മാനം ലഭിച്ച മറ്റുള്ളവർ. 5 പേർക്ക് 250 ഗ്രാം വീതം 24 കാരറ്റ് സ്വർണ്ണക്കട്ടിയാണ് ലഭിക്കുക. അതായത് ദുബായിലെ ഇന്നത്തെ വിലപ്രകാരം 30.32 ലക്ഷം രൂപ വിലമതിക്കും. 44-കാരനായ മുഹമ്മദ് സക്കീർ ആർക്കിടെക്റ്റാണ്. കഴിഞ്ഞ 17 വർഷമായി കുടുംബത്തോടൊപ്പം അബുദാബിയിൽ താമസിക്കുകയാണ്.
അടുത്തിടെ പുതിയ കമ്പനിയിലേക്ക് മാറിയ സക്കീർ സഹപ്രവർത്തകരിൽ നിന്നാണ് ബിഗ് ടിക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയത്. തുടർന്ന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചത് അവിശ്വസനീയമായ അനുഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. 2800013230 എന്ന നമ്പർ ടിക്കറ്റിലൂടെയാണ് ലിജിനെ ഭാഗ്യം തേടിയെത്തിയത്. 30-കാരനായ ബോണി ഒരു കമ്പനിയിൽ കോർഡിനേറ്റിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2017 മുതൽ കുടുംബത്തോടൊപ്പം തന്നെ ദുബായിൽ താമസിക്കുന്നുണ്ട്. 5 വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് അദ്ദേഹം ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. പിന്നീട് സുഹൃത്തുക്കളുമായി ചേർന്ന് ടിക്കറ്റുകൾ വാങ്ങാറുണ്ടായിരുന്നു. ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് ഇനിയും തുടരുമെന്നും ബോണി പറയുകയാണ്. നോക്കുകയാണെങ്കിൽ മറ്റൊരു വാർത്ത, അതിർത്തികൾക്കപ്പുറമുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ദുബായിയുടെ ഭാവിയിലേക്കുള്ള സമീപനത്തിന്റെ മൂലക്കല്ലാണെന്ന് UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ഗ്രിഫിൻ ക്ലബ് ഫോർ ഇന്ത്യൻ ബില്യണർ ഓൺട്രപ്രണേഴ്സിലെ അംഗങ്ങളായ 40-ലേറെ ഇന്ത്യൻ യൂണിക്കോൺ കമ്പനികളുടെ സ്ഥാപകരെയും സിഇഒമാരെയുമാണ് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UAE ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ദുബായ് പ്രഥമ ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ ദുബായ് സാമ്പത്തിക വികസനം തുടരുകയാണ്. ഇത് മികച്ച നിക്ഷേപം ആകർഷിക്കുകയും വളർച്ചയും വിപുലീകരണവും തേടുന്ന ആഗോള യൂണിക്കോണുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രിയപ്പെട്ട കേന്ദ്രമായി ദുബായിയെ നിലനിർത്തുകയും ചെയ്യുന്നു. സംരംഭകരെയും നിക്ഷേപകരെയും യൂണിക്കോൺ കമ്പനികളെയും അവരുടെ വളർച്ചയിലും വിജയത്തിലും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിൽ നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. ഈ പിന്തുണയിൽ വഴക്കമുള്ള നിയമനിർമ്മാണ ചട്ടക്കൂട്, അത്യാധുനിക ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യക്ഷമമായ സർക്കാർ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് ഗ്രിഫിന് ഡയലോഗിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. ആഗോള സംരംഭകരും സർക്കാരും തമ്മിലുള്ള സഹകരണത്തിനും അറിവ് കൈമാറ്റത്തിനും പുതിയ വഴികൾ തുറക്കുന്നതിനും സ്റ്റാർട്ടപ്പുകളെ സ്വാധീനമുള്ള ആഗോള കമ്പനികളായി വളർത്തിയെടുക്കുന്നതിലെ വിജയകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടിയാണ് ഈ വേദി. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ, നൂതന സാങ്കേതിക വിദ്യകൾ, നവീകരണം, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുസ്ഥിര വികസനത്തെ പിന്തുണയ്ക്കുന്ന AI നയിക്കുന്ന വിജ്ഞാനത്തെ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചും ആഗോള പ്രവണതകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു. നിയമനിർമ്മാണം, നൂതന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, വാഗ്ദാനങ്ങൾ നൽകുന്ന നിക്ഷേപ സാധ്യതകൾ എന്നിവയിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് എങ്ങനെ യൂണിക്കോണുകളുമായി വളരാം എന്നതിനെക്കുറിച്ചും UAEയുടെ അനുഭവങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പുരോഗമന സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഫിൻടെക്, ബഹിരാകാശം, റീറ്റെയിൽ, ലോജിസ്റ്റിക്സ് തുടങ്ങി ഭാവി സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ നിരവധി സുപ്രധാന മേഖലകളെ പ്രതിനിധീകരിക്കുന്ന 40-ലധികം പ്രമുഖ സംരംഭകർ ഇന്ത്യൻ യൂണിക്കോൺ കമ്പനി സ്ഥാപകരുടെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഇക്കോണമി, റിമോട്ട് വർക്ക് ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ ചുമതലയുള്ള സഹമന്ത്രിയും വേൾഡ് ഗവൺമെന്റ്സ് സമ്മിറ്റ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൽ ഷർഹാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മക്കയിൽ ഹറമിനോട് ചേർന്ന് വമ്പൻ പദ്ധതി പ്രഖ്യാപനവുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. 1.2 കോടി ചതുരശ്ര കിലോമീറ്റർ നടപ്പാക്കുന്ന കിങ് സൽമാൻ ഗേറ്റ് പദ്ധതിയുടെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി കൂടിയായ മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയത്. പദ്ധതി നടപ്പാക്കുന്ന റുവ അൽഹറം അൽ മക്കി കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാൻ കൂടിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലെ സ്ഥാപനമായ റുവ അൽഹറം അൽ മക്കി കമ്പനിയാണ് കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി വികസിപ്പിക്കുന്നത്. ഒരു ആധുനിക നഗരം എങ്ങനെ ആയിരിക്കണം എന്നത് സംബന്ധിച്ച് ലോകത്തിന് ഉയർത്തിക്കാണിക്കാവുന്ന മികച്ച മാതൃകയാകും സൽമാൻ ഗേറ്റ് പദ്ധതി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന മക്കയിലും പരിസരത്തും വൻ വികസനമായിരിക്കും പദ്ധതി വഴി നടപ്പാക്കുക. ഹറമിനും ചുറ്റും പാർപ്പിട, സാംസ്കാരിക സേവനങ്ങളാണ് ഇതുവഴി ലഭ്യമാക്കുക. പദ്ധതി പ്രദേശത്തെ നമസ്കാര സ്ഥലങ്ങളിലും മുറ്റങ്ങളിലുമായി ഒരേ സമയം ഏകദേശം 9 ലക്ഷം പേർക്ക് നമസ്കാരം നിർവഹിക്കാൻ സൗകര്യം ഉണ്ടാകും. മക്കയിലേക്കുള്ള ട്രെയിൻ സർവീസുകളടക്കം എല്ലാ ഗതാഗത പദ്ധതികളും കിങ് സൽമാൻ ഗേറ്റുമായി ബന്ധിപ്പിക്കും. ഇതിനു പുറമെ 19,000 ചതുരശ്ര മീറ്ററിൽ സാംസ്കാരിക പൈതൃക മേഖലകൾ വികസിപ്പിക്കും. ഇതിലൂടെ മക്കയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകം സംരക്ഷിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ 3 ലക്ഷം പേർക്ക് തൊഴിലും ലഭിക്കും. ഇനി കുവൈറ്റിൽ നമുക്കറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, മദ്യ ദുരന്തം ഉണ്ടായല്ലോ. അന്ന് ഒരുപാട് പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു ബംഗളൂരു സ്വദേശിയെ ആലുവയിൽ വെച്ച് കാണാതായി എന്നൊരു പരാതി വരികയാണ്. ഒരു മുൻ അറിയിപ്പ് നൽകാതെ, ബന്ധുക്കൾക്ക് ഒരു വിവരവും നൽകാതെ അദ്ദേഹത്തെ അവിടെ നിന്ന് നാട് കടത്തി വിടുകയായിരുന്നു. അദ്ദേഹത്തെ നാട് കടത്തി വിടുമ്പോൾ ആലുവയിൽ വന്ന ഫ്ലൈറ്റ് ഇറങ്ങുന്നു. എങ്ങോട്ടേക്ക് പോകണമെന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തെ കാണാനില്ലെന്നാണ് ഇപ്പോൾ. ഫ്ലൈറ്റ് ഇറങ്ങിയത്. നമുക്ക് ആ വാർത്ത ഒന്ന് നോക്കാം.
കഴിഞ്ഞ മാസമാണ് കുവൈറ്റ് മദ്യദുരന്തത്തിന് ഇരയായി ഓർമ്മ നഷ്ടപ്പെട്ട ബാംഗ്ലൂരു സ്വദേശി സൂരജ് ലാമയെ ആലുവയിൽ നിന്നും കാണാതായത്. ബന്ധുക്കളെ വിവരം അറിയിക്കാതെ ഈ മാസം 5 പുലർച്ചെ സൂരജിനെ കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറ്റിവിട്ടതാണ് പിതാവിനെ കാണാതാവാൻ കാരണമെന്ന് മകൻ സദൻ ലാമ കുറ്റപ്പെടുത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നെടുമ്പാശ്ശേരി പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യമാണ് 23 പേരുടെ മരണത്തിനിടയാക്കിയ കുവൈറ്റിൽ മദ്യദുരന്തം ഉണ്ടായത്. ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ട സൂരജ് ലാമയെ സഹായികളില്ലാതെയാണ് കുവൈറ്റിൽ നിന്ന് വിമാനം കയറ്റിവിട്ടത്. ഇക്കാര്യം നാട്ടിലെ ബന്ധുക്കളെ അറിയിച്ചതുമില്ല. സൂരജിന്റെ സ്വദേശമായ ബാംഗ്ലൂരിലേക്ക് വിടാതെ ബന്ധുക്കൾ ആരുമില്ലാത്ത കൊച്ചിയിലേക്ക് വിമാന ടിക്കറ്റ് എടുത്തു കയറ്റി വിട്ടതും ദുരൂഹത ഏറുകയാണെന്ന് മകൻ പറയുകയാണ്. വിമാനം ഇറങ്ങിയ സൂരജ് മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷൻ വരെ എത്തിയതായി നെടുമ്പാശ്ശേരിയിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതിനുശേഷം സൂരജ് എങ്ങോട്ടാണ് പോയതെന്ന് വ്യക്തമല്ല. 4 ദിവസത്തിന് ശേഷമാണ് സൂരജിനെ കുവൈറ്റിൽ നിന്ന് വിമാനം കയറ്റിവിട്ട വിവരം തന്നെ ബാംഗ്ലൂരിലെ കുടുംബം അറിയുന്നത്. കൊച്ചിയിലെത്തി സ്വന്തം നിലയിൽ മകൻ ഈ സന്ദൻ നടത്തിയ തെരച്ചിൽ വിഫലമായതിനെ തുടർന്നാണ് പോലീസിന് പരാതി നൽകിയത്. എന്താകും ഇതിന്റെ അന്ത്യമെന്ന് അറിയില്ല. സത്യത്തിൽ അത് വളരെ വല്ലാത്ത കഷ്ടമായിപ്പോയി. അതെ, ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓർമ്മ നഷ്ടപ്പെട്ട ഒരാളെ വിമാനത്തിൽ കയറ്റിയക്കുന്നത് നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് ഇനി സംഭവിക്കുമെന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ മകന്റെ അന്വേഷണം നടക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ നൽകാം. കാണുന്നവർ ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.